find the one, you should never give her up. I think it's the way life. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ ബോക്സ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഡോ ഉണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊരു ഡോ പരുവത്തിലാക്കിയെടുക്കാം. ഇതൊരു ഡോ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായി ഒരു ഹാഫ് ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും ഇനി 1 ടീസ്പൂൺ ലൈം ജ്യൂസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. 1 ക്യാരറ്റ് ചിരകിയത്, കാപ്സിക്കം ചോപ്പ് ചെയ്ത് വെച്ചത്, ഹാഫ് ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 100 ഗ്രാം ചീസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഒറിഗാനോ. നേരത്തെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പിസ്സ സോസ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളിയിട്ട് വഴറ്റിയെടുക്കാം.
ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കാരറ്റ് ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കവും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ഒറിഗാനോവും ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ ബോൺസ് എല്ലാം മാറ്റി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിസ്സ സോസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി ഇതിലേക്ക് ഗ്രേറ്റഡ് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിങ്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡോ പരത്തിയെടുക്കാം. ഇത് 2 ഭാഗമാക്കിയിട്ട് അതിലൊരു ഭാഗം പരത്തിയെടുക്കാം. ഇനി നമുക്കിത് സ്ക്വയർ ഷേപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ക്വയർ ഷേപ്പ് ഇതുപോലെ 6 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്തെ 3 പീസിലും നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം.
ബാക്കിയുള്ള പീസ് കൊണ്ട് നമുക്കിത് ഓരോന്നായി ഇതുപോലെ കവർ ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ 4 ഭാഗവും ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തു വെക്കാം. നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിസ്സ ബോക്സ് ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പിസ്സ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.